Hi all, welcome to iPlus. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ദ മാർജിനലൈസ്ഡ്. അപ്പോൾ എന്താണ് സോഷ്യൽ ജസ്റ്റിസ്, ആരാണ് ഈ മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അപ്പം ആ ഒരു കാര്യം അതിനെ സംബന്ധിച്ചുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രിവിലേജസ് വിത്തിൻ എ സൊസൈറ്റി. അപ്പം നോക്കിക്കേ, ഒരു സമൂഹം നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ ഫെയർ ആയിട്ടും ഇക്വിറ്റബിൾ, ഈ ഒരു പദം കേൾക്കുമ്പോൾ നമുക്ക് ഈക്വലുമായിട്ട് തിരിഞ്ഞു പോകും. ഈക്വൽ എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മൾ പലപ്പോഴും ഒരു പടം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിന് ഇപ്പുറത്തായിട്ട് കുറേ ആളുകൾ നിൽക്കുവാണ്. അപ്പോൾ ചിലരെന്താണ് കുറച്ച് ഉയരത്തിൽ നിൽക്കുവാണ്. അപ്പോൾ അവർക്ക് നേരിട്ട് നല്ലപോലെ കാണാൻ പറ്റത്തില്ല. ചിലർ നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാനായിട്ട് സാധിക്കും. ചിലരാണെങ്കിൽ തീരെ താഴെയാണ്, അവർക്ക് ഒട്ടും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇക്വാളിറ്റി ഉണ്ടോ? ഇക്വാളിറ്റി ഇല്ല എന്ന് പറയാം. അപ്പം ഇവിടെ നമ്മൾ എന്താ കൊടുക്കാമെന്ന് വെച്ചാൽ ഇക്വിറ്റബിൾ ആയിട്ട് കൊടുക്കാം. ഇക്വിറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ വ്യക്തിക്ക് നമ്മൾ കുറച്ചും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ ഒരു പോയിന്റ് വരെ എത്തും. ഇവിടെയും അതുപോലെ ആവശ്യമുള്ള കുറേശ്ശെ കൊടുത്ത് കൊണ്ടുവന്ന് എന്താണ് ഇതിന് തുല്യമാക്കി കൊണ്ടുവരുന്നു. അതാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ്, മൂന്ന് കൂട്ടർക്കും ഒരുപോലെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്ത അത്രയും കൂടെ ഈ വ്യക്തിക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അപ്പോൾ ഈക്വലായിട്ട് കൊടുക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. നമുക്കിവിടെ എന്താണ്, ഇക്വിറ്റബിൾ ആയിട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക, സിമ്പിളായിട്ട് എല്ലാവരും ഒരേ ലെവലിൽ വരണം. അപ്പം നമുക്കവിടെ എന്താണ്, ഒരേ ലെവലിൽ വന്നുകൊണ്ട് വളരെ ഫെയർ ആയിട്ടും, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ആർക്കും അവിടെ ലാഭമോ നഷ്ടമൊന്നും വരാൻ പാടില്ല. വളരെ ഫെയർ ആയിട്ടും എല്ലാവർക്കും എന്താണ് തുല്യമായിട്ട് എന്ത് ചെയ്യണം, ധനമാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും പ്രിവിലേജസ് ആണെങ്കിലും ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യണം, കിട്ടണം. അതിനെയാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. Particularly focusing on ensuring that the marginalized, disadvantaged or vulnerable group receive adequate support and protection. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും താഴെ കിടക്കുന്ന ആളില്ലേ, അപ്പോൾ അയാൾക്ക് നമ്മളെന്താ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു, ഹെൽപ്പ് കൊടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാർജിനലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികെ ജീവിതങ്ങൾ എന്നൊക്കെ പറയും. അവരെന്താണ്, മുഖ്യധാരയിലോട്ട് വരാത്ത നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ലോകത്തിൻ്റെ മുഖ്യധാരയിൽ വരാതെ എപ്പോഴും എന്താണ് അരികുകളിലേക്ക് ഒതുങ്ങിപ്പോയ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെ എല്ലാം നമ്മൾ എന്താ മുന്നോട്ട് കൊണ്ടുപോകും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ റിസോഴ്സ് ഒന്നും ലഭിക്കാത്ത, അല്ലെങ്കിൽ വൾണറബിൾ, പെട്ടെന്ന് തന്നെ എന്താണ് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ. അപ്പോൾ ഇവരെ എല്ലാം എന്താ നമ്മൾ ആവശ്യാനുസരണം സപ്പോർട്ടും പ്രൊട്ടക്ഷനും കൊടുക്കുന്നതിനാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ടേംസ് സോഷ്യൽ ജസ്റ്റിസ് ഓഫൺ എൻറ്റൈൽസ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓർ മെക്കാനിസം പുട്ട് ഇൻ പ്ലേസ് ടു അപ്ലിഫ്റ്റ് ആൻഡ് എംപവർ ദീസ് ഗ്രൂപ്പ്. അപ്പം നോക്കിക്കേ, ഇനി നമ്മളൊരു ഭരണഘടനാ പ്രകാരമായിട്ട്, ഞാൻ നേരത്തെ ഒരു പടമൊക്കെ വരച്ച് കാണിച്ച് എന്താ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാനും. ഇനി ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചില പ്രൊവിഷൻസും അല്ലെങ്കിൽ ചില മെക്കാനിസം ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അവർക്ക് എന്താണ്, എയിമിംഗ് ടു മിറ്റിഗേറ്റ് സിസ്റ്റമാറ്റിക് ഇൻഇക്വാളിറ്റീസ് ആൻഡ് എൻഷുർ ദാറ്റ് എവരി വൺ ഹാസ് ആക്സസ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിവിടെ എന്താണ് ഇനിക്വാളിറ്റി ഇല്ലാണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അസമത്വം ഇല്ലാണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന പോലെ മൗലിക അവകാശങ്ങളാണെങ്കിലും അതേപോലെ അവസരങ്ങളാണെങ്കിലും ഒരുപോലെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഭരണഘടനാ പ്രകാരം സോഷ്യൽ ജസ്റ്റിസ് എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Moreover, the concept of social justice extends beyond legal framework. It embodies a broader ethos of fairness and equality in social, economic and political realms. അപ്പം എന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിയമം അനുശാസിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെയല്ല, കുറച്ചും കൂടെ എന്താണ് എല്ലാവർക്കും ഫെയർ ആയിട്ട് ഈക്വലായിട്ട് കാര്യങ്ങൾ ലഭിക്കണം എന്നുള്ള, ഇപ്പോൾ അത് സാമൂഹ്യപരമായിട്ടും പിന്നെ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നോക്കിയാലൊക്കെ എന്താണ് എല്ലാവരും ഒരുപോലെ കൊണ്ടുവരണം എന്ന
എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻക്ലൂഡ് അഡ്രസ്സിംഗ് ഡിസ്പാരിറ്റീസ് ഇൻ ഇൻകം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ദ ആസ്പെക്ട് ഓഫ് ലൈഫ് ടു ക്രിയേറ്റ് എ മോർ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. അപ്പം നോക്കിക്കേ, നമ്മളിപ്പോൾ വരുമാനത്തിൻ്റെ കാര്യം നോക്കിയാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കിയാലും ഹെൽത്ത് കെയറിൻ്റെ കാര്യം നോക്കിയാലും അല്ലെങ്കിൽ ലൈഫിലെ മറ്റ് ആസ്പെക്ട്സ് ഒക്കെ നോക്കിയാലും എന്താണ് അവിടെ എല്ലാം എന്താണ് ഇനിക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അസമത്വം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും എന്താണ് ജസ്റ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് നമുക്ക് ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. എല്ലാവരെയും ഒരുപോലെ ഈക്വലായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സൊസൈറ്റി വേണം. അപ്പം ഇൻ എസെൻസ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ് ഈസ് ഇൻ്റഗ്രൽ ടു ദ ഫങ്ഷനിങ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയർ ആയിരിക്കണം, അവരുടെ ഒരു സമൃദ്ധീസ് ആയിരിക്കണം എന്ത് ഈ ഒരു സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും എന്താവശ്യമാണ്, സോഷ്യൽ ജസ്റ്റിസ് ആവശ്യമാണ്. ആൻഡ് ഇറ്റ്സ് ട്രൈ ടു അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാളിറ്റി, ഡിഗ്നിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ് ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഇക്വാളിറ്റി ലഭിക്കുന്നു, ഡിഗ്നിറ്റി ലഭിക്കുന്നു, അതോടൊപ്പം എന്താണ് അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ്, അവകാശങ്ങൾ, മനുഷ്യ അവകാശങ്ങൾ ലഭിക്കുന്നു. അതൊക്കെ എന്താണ് ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി റെക്ടിഫൈങ് എക്സിസ്റ്റിംഗ് ഇൻജസ്റ്റിസ് ബട്ട് ആൾസോ proactively working towards creating more equitable and inclusive future for everyone. അപ്പോൾ നോക്കിയാൽ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻജസ്റ്റിസ് ഉണ്ട്, ഒരുപാട് അനീതികളുണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്താണ് റെക്ടിഫൈ ചെയ്ത് അപ്പോൾ അനീതിയൊക്കെ ഇല്ലാണ്ടാക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഭാവിയിൽ വരാൻ പോകുന്ന ആ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് മുൻ കണ്ടുകൊണ്ട് ഇനിയുള്ള ഫ്യൂച്ചറിലെങ്കിലും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് മുൻപേ കണ്ട് പ്രവർത്തിക്കുകയും വേണമെന്നാണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലായി. മാർജിനലൈസ്ഡ് ആരാണ് എന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞിരുന്നു, നമുക്ക് വിശദമായിട്ട് നോക്കാം. മാർജിനലൈസേഷൻ ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് സർട്ടൻ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ് ആർ റെലിഗേറ്റഡ് ടു എ സെക്കൻഡ് ഓർ ലെസ് ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ വിത്തിൻ ദ സൊസൈറ്റി. നമ്മളൊരു സമൂഹം എടുക്കുകയാണ്, സമൂഹത്തിനകത്ത് തന്നെ എന്താണ് കുറച്ച് ഗ്രൂപ്പ് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഇൻഡിവിജ്വൽസ് അവരെ എല്ലാം എന്താണ് ഒരു രണ്ടാംകിടക്കാരായിട്ട് കാണുന്നു. അതായത് മറ്റുള്ളവരെ പോലെയല്ല, അവരെന്തോ മോശമാണ്, കുറഞ്ഞവരാണ് എന്ന് കണ്ടുകൊണ്ട് അവർക്ക് സമൂഹത്തിലൊരു ലെസർ പൊസിഷൻ, സമൂഹത്തിൽ അവർക്ക് മറ്റുള്ളവർക്കുള്ള പോലെയുള്ള ഒരു സ്ഥാനമില്ല, ആ ഒരു രീതിയിലോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. This can involve pushing them to the edges of social group and assigning them lesser importance of opportunities. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ, അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും അവരതിൻ്റെ സെൻട്രൽ ഫിഗേഴ്സായിട്ട് വരത്തില്ല. എപ്പോഴും അവരെന്താണ് അവരങ്ങ് ഐകവൽക്കരിക്കപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല, അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസും കൊടുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അവരെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനലൈസ്ഡ് എന്ന് പറയുക. In the context of India, marginalized group include scheduled caste, scheduled tribe, other backward caste, religious minority, women and children. അപ്പോൾ നമ്മൾ ഈ മാർജിനലൈസേഷൻ പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നവരെ എപ്പോഴും എന്താണ് ഇത്തരത്തിൽ മാർജിനലൈസ് ചെയ്തിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ വംശത്തിൻ്റെ, അവരുടെ ആ ഒരു നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് വരികയാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, റിലീജിയസ് മൈനോറിറ്റി, വിമൺ ആൻഡ് ചിൽഡ്രൻ. ഇത് ഇത്രയും ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇന്ത്യയിൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നാക്ക വിഭാഗക്കാർ, അതോടൊപ്പം തന്നെ എന്താണ് മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർജിനലൈസേഷൻ ഇവർ പല സ്ഥലത്തായിട്ട് അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും കംപ്ലീറ്റ് വിമൺ മാർജിനലൈസ്ഡ് ആണ്, കംപ്ലീറ്റ് ചിൽഡ്രൻ മാർജിനലൈസ്ഡ് ആണ്, അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ രാജ്യം മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രൂപ്പ് എന്താണ് മാർജിനലൈസേഷൻ പല തരത്തിൽ, പല തട്ടിൽ, പല രീതിയിൽ അവർ അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. Several factors contributed to the marginalization in India. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ മാർജിനലൈസേഷൻ വരാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇൻഹെറൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് വർണ്ണ സിസ്റ്റം. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ ഈസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ജാതി
അനുസരിച്ചുള്ള വിവേചനം ഇന്ത്യയിൽ നമുക്ക് ഒരു ലോങ് ഹിസ്റ്ററി, ഒരു നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. വേറെ ഇൻഡിവിജ്വൽസ് ആർ ബോൺ ഇൻ ടു സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് പ്രീഡിറ്റർമൈൻഡ് റോൾ ആൻഡ് സ്റ്റാറ്റസ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്താണ്, ആ കുഞ്ഞൊരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിലോട്ട് പിറന്നു വരുമ്പോഴത്തേക്ക് എന്താണ്, അവൻ്റെ റോളും സ്റ്റാറ്റസും ഒക്കെ ഓൾറെഡി ഡിറ്റർമൈൻഡ് ആണ്. നീ ഇന്ന ജാതിയാണ്, ഇന്ന മതമാണ് എന്നൊക്കെ എന്താണ് ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ എന്താണ് ആ ഒരു കുട്ടിയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. ദിസ് ഹൈറാർക്കി സോഷ്യൽ സ്ട്രക്ചർ. പക്ഷെ അടിച്ചേൽപ്പിക്കുന്നതിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്കൊരു ഹൈറാർക്കി കാണാൻ പറ്റും. ചില കൂട്ടരെന്തോ ഉയർന്നതാണ്, ചില കൂട്ടർ താഴ്ന്നതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിസ്റ്റം വന്നിരിക്കുന്നു. ആൻഡ് അതുകൊണ്ട് എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ മാർജിനലൈസ് സർട്ടൺ ഗ്രൂപ്പ്സ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില ഗ്രൂപ്പുകൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദോസ് ബിലോങ് ടു ലോവർ ക്ലാസ്. അപ്പോൾ സോ കാൾഡ് ലോ ക്ലാസ് എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. അതേപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, പാട്രിയാർക്കിയൽ സൊസൈറ്റി. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ട്രഡീഷണൽ പാട്രിയാർക്കൽ ടേംസ് ആൻഡ് പ്രാക്ടീസ് ഓഫൻ റിസൾട്ട് ഇൻ ദ മാർജിനലൈസേഷൻ ഓഫ് വിമൻ. അപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ട് മാർജിനലൈസ് ചെയ്യപ്പെടുന്നു? കാര്യം എന്താണ്, പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ അവിടെ തീരുമാനം, അൾട്ടിമേറ്റ് വോയിസ് ആർക്കാണ്, മെയിലിന് മാത്രമാണ്. അപ്പം ഈ പറയുന്ന മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളും പ്രാക്ടീസസും ഒക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, വിമണിനുള്ള അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവർക്ക് പഠിക്കാനായിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് പല സമയത്തും ലിമിറ്റ് ചെയ്യുന്നു. എംപ്ലോയ്മെൻറ്റിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. ഡിസിഷൻ മേക്കിംഗ്, ഒന്നും വേണ്ട, ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും പലപ്പോഴും എന്താണ് സ്ത്രീകൾക്ക് പങ്കില്ലാതെ വരുന്നു. ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ജീവിതങ്ങളെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മാർജിനലൈസേഷൻ നമ്മുടെ തൊട്ട് കൺമുന്നിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. അപ്പോൾ ആ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇനി വരാൻ പോകുന്ന ഒരു തലമുറ. അപ്പോൾ അവരെ നേരായ പാത തെളിയിച്ചു കൊടുക്കേണ്ടവരായിരിക്കണം നമ്മൾ അധ്യാപകർ. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ പാഠ്യവിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഇത്തരം മത്സര പരീക്ഷകളിലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതും. അടുത്ത എക്കണോമിക് ഡിസ്പാരിറ്റി, സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റി. മാർജിനലൈസേഷൻ്റെ ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റി. സാമൂഹികമായിട്ടും അതോടൊപ്പം സാമ്പത്തികമായിട്ടുമുള്ള അന്തരം. സർട്ടൺ ഗ്രൂപ്പിന് എപ്പോഴും എന്താണ് റിസോഴ്സസ് ഒക്കെ കിട്ടുന്നതിൽ ബാരിയേഴ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നില്ല. അവരുടെ പോവർട്ടി കൊണ്ട് അല്ലെങ്കിൽ എക്കണോമിക് എംപവർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്താണ് പലപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുന്നു. ലാക്ക് ഓഫ് അവയർനെസ് ഡ്യൂ ടു ഇലിട്രസി, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്, ഒക്കെ ശരിയാണ്. നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഇലിറ്ററേറ്റ് ആയിട്ടുള്ള, അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഇപ്പോഴും ഉണ്ട്. ലിമിറ്റഡ് എഡ്യൂക്കേഷൻ അവയർനെസ് കോൺട്രിബ്യൂട്ട് ടു ദ പെർപച്വേഷൻ ഓഫ് മാർജിനലൈസേഷൻ. മാർജിനലൈസേഷൻ്റെ ആക്കം കൂട്ടുന്ന മറ്റൊരു സംഗതിയാണ് ഇത്തരത്തിൽ എന്താണ് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത ആ ഒരു അവസ്ഥ. അപ്പോൾ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി മാർജിനലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ആസ് എ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് മേ ലാക്ക് ദ നോളജ് ആൻഡ് സ്കിൽസ് നെസസറി ടു അഡ്വക്കേറ്റ് ദെയർ റൈറ്റ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ പലപ്പോഴും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം പോലും അവർക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം അത്രയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് പലപ്പോഴും എന്താണ് ആളുകൾ മാർജിനലൈസ് ചെയ്യപ്പെടാൻ കാരണമാകുന്നു. അടുത്ത ഓർത്തഡോക്സ് ബിലീഫ് സിസ്റ്റം ആൻഡ് ബ്ലൈൻഡ് ഫെയ്ത്ത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് എന്താണ് മാറാൻ താല്പര്യമുള്ളത്, അത്രയും സ്ട്രിക്റ്റായിട്ട് നമ്മൾ പണ്ട് മുതലേ തുടർന്ന് വന്ന കുറേ കാര്യങ്ങൾ, അതിൽ നിന്ന് ഒരു രീതിയിലും എന്താണ് മാറ്റമില്ല, ഒട്ടും ഫ്ലെക്സിബിൾ ആകാത്ത റിജിഡായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഓർത്തഡോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് ബിലീഫ് ആൻഡ് പ്രാക്ടീസ്, അത് ബ്ലൈൻഡ് ആയിട്ട് ചില ട്രഡീഷണൽ ആയിട്ടുള്ള ചില നോംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്താണ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. സയൻറ്റിഫിക്കലി ചിലപ്പോൾ ഇതിനൊന്നും ഒരു പ്രൂഫും കാണത്തില്ല, പക്ഷെ എന്താണ് കണ്ണടച്ച് ചില അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. റീഇൻഫോഴ്സ് മാർജിനലൈസേഷൻ. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇന്ന ജാതിയിൽപ്പെട്ട ആളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണ്, അത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ പർട്ടിക്കുലർ ജാതിയിൽപ്പെട്ട ആളെ മാർജിനലൈസ് ചെയ്യും, മാറ്റി വെക്കുകയാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതിപ്പോൾ മറ്റ് പല രാഷ്ട്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം അവസ്ഥ. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. സച്ച് ഓർത്തഡോക്സ് സിസ്റ്റം ബ്ലൈൻഡ് ഫെയ്ത്തും തീർച്ചയായിട്ടും മാർജിനലൈസേഷനെ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യും, അടിയുറപ്പിക്കും. ആൻഡ് പെർപച്വേറ്റിംഗ് ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ എന്താണ് അത്തരം ചിന്തകൾ കൊണ്ട്, മനസ്സിലുള്ള അത്തരം ചിന്തകൾ കൊണ്ട് ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ എന്താണ് വിവേചനപൂർവ്വമായിരിക്കുമെന്ന് മനസ്സിലാക്കുക.
In response to these systematic discrimination and violence faced by marginalized community, the Indian government has enacted legislation such as Scheduled Caste and Scheduled Tribe Prevention of Atrocities Act 1989. അപ്പം ഇത്തരത്തിൽ പല രീതിയിലും എന്ത് ചെയ്യുന്നു, ആളുകൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പല വിധത്തിലുള്ള നിയമങ്ങൾ നിർമ്മിച്ചു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. അപ്പോൾ ഈ ആക്ട് എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ദളിത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോമർലി അൺടച്ചബിൾസ്, പണ്ട് കാലത്ത് തൊട്ടുകൂടാത്തവർ എന്ന് ആ ഒരു പേര് കൽപ്പിച്ചിരുന്ന അൺടച്ചബിൾസിനെ ഇപ്പം നമ്മൾ പറയുന്ന പേരാണ് ദളിത്സ് എന്ന് പറയുന്നത്. ദളിത്സും അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സും ഗോത്രവർഗ്ഗക്കാർ. അപ്പോൾ അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളും അവർ നേരിടുന്ന കുറേ വിവേചനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് Prevention of Atrocities Act 1989. It includes provision to punish those who commit acts of humiliation, violence, or exploitation against members of these marginalized communities, including specific protection for women belong to SC or ST. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പിൽ വരുന്ന ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന, ഈ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ മോശമായിട്ട് പെരുമാറുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന, അവരോട് വയലൻ്റായിട്ട് പെരുമാറുന്ന ആളുകളെ പണിഷ് ചെയ്യാനുള്ള നിയമമാണ്. അതോടൊപ്പം ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കാനും ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അത്രയും മനസ്സിലാക്കാം. പിന്നെ ആദിവാസി ഡിമാൻഡ് ആൻഡ് ദ 1989 ആക്ടിനെ കുറിച്ച് നമ്മൾ അറിയണം. 1989 ആക്ട് ഹോൾഡ് ദ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ആദിവാസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിജീനിയസ്, ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്താണ് പണ്ട് മുതലേ അവിടെ വസിച്ചു വരുന്ന അവിടുത്തെ എന്താണ് ഇൻഹാബിറ്റൻസിനെയാണ് നമ്മൾ ഇൻഡിജീനിയസ് എന്ന് പറയുക. ഇതേ പ്രൊവൈഡ് ലീഗൽ ഫ്രെയിംവർക്ക് ടു ഡിഫെൻഡ് ദി റൈറ്റ്സ് പർട്ടിക്കുലർ റിഗാർഡിംഗ് ദ ലാൻഡ് ഒക്കുപേഷൻ. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ വനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെയായിരിക്കും അവരവരുടെ ജീവിതമാർഗമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവർക്ക് അവരുടെ അവകാശങ്ങൾ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ടും പിന്നെ എന്താണ് അവരുടെ ലാൻഡ് ഒക്കുപേഷൻ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലാൻഡ് ആണെന്ന് വെച്ചു, വനമാണെന്ന് വെച്ചു, അപ്പോൾ സർക്കാർ പിടിച്ചെടുത്തിട്ട് അവരെല്ലാം ഒഴിപ്പിച്ച് വിടുകയാണെന്ന് വെച്ചു. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ അവകാശത്തെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ടാണ് ഈ ഒരു ആദിവാസി ഡിമാൻഡ് ആൻഡ് 1989 ആക്ട് വരുന്നത്. ആദിവാസി ഓഫൻ ഫേസ് ചാലഞ്ചസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, പലപ്പോഴും അവരെന്താണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു, അവരുടെ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് അവർ കുടി ഒഴിപ്പിച്ച് വിടുന്ന ഒരു അവസ്ഥ വരുന്നു. ഇപ്പോൾ ട്രഡീഷണൽ ലാൻഡ് അവരിപ്പോൾ ട്രഡീഷണലായിട്ട് അവരിപ്പോൾ അവർ പണ്ട് മുതലേ അവർ ട്രഡീഷണലി അവിടെ ജീവിച്ച് വന്ന ആ ഒരു ലാൻഡിൽ നിന്ന് വരുമാനം കണ്ടെത്തിയവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പല ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോൺ ട്രൈബൽ ഇൻഡിവിജ്വൽസ് ഒക്കെ വന്ന് അവരെ ഒഴിപ്പിച്ച് വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിവിടെ നിയമമൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ 1989 ആക്ട് എന്താണ് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ആദിവാസി ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിസ്റ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം അവരെന്താണ് അവർ പാരമ്പര്യമായിട്ട് ജീവിച്ചു വന്ന ലാൻഡിൽ നിന്ന് ഒരു ദിവസം എന്താണ് ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവരെ ഒഴിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞാലും അത് തെറ്റായ കാര്യമാണ്. അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഒരുപാട് ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വന്നു. They argue that those who have encroached upon tribal land should be held accountable under this act. അപ്പം ആരെങ്കിലും ഇത്തരത്തിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് അവിടെ ഉള്ള ആളുകളെ ഒഴിപ്പിച്ച് വിടുകയാണെങ്കിൽ അവർക്കും നിയമപ്രകാരമുള്ള ശിക്ഷ ലഭിക്കണമെന്ന് തന്നെ ഈ ആക്ടിവിസ്റ്റുകൾ ആവശ്യപ്പെട്ടു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും പറയുന്ന കാര്യമാണ് സേഫ് ഗാർഡ് ട്രൈബൽ ലാൻഡ് ഫ്രം ബീങ് സോൾഡ് ഓർ ബോട്ട് ബൈ നോൺ ട്രൈബൽ ഇൻഡിവിജ്വൽസ്. അതായത് ട്രൈബൽ ഗ്രൂപ്പിൽ വരാത്ത ആളുകൾക്ക് വന്നിട്ട് അവരുടെ വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള അവകാശമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ട്രൈബൽ ലാൻഡ്സ് ഒരിക്കലും എന്താണ് ഏലിയനേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അതോടൊപ്പം എന്താണ് അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി അപ്പോൾ അവർ ഇത്രയും നാളായിട്ട് ജീവിച്ചു വന്ന ലാൻഡിൽ നിന്ന് അവരെ ഒഴിവാക്കി വിടാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ ലാൻഡ് ട്രാൻസാക്ഷനൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ ലാൻഡ് റിക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മാന്യമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തിലേക്ക് അവരെ മാറ്റാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തണമെന്ന് ആര് പറയുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്ന കാര്യമാണ്. ആദിവാസി ആക്ടിവിസ്റ്റ് ലൈക്ക് CK ജാനു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ആരാണ് CK ജാനു എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അവരാരാണ്, ആദിവാസി ആക്ടിവിസ്റ്റ് ആണ്. ഹൈലൈറ്റ് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഓഫ് ട്രൈബൽ പീപ്പിൾ. അപ്പോൾ ഈ ട്രൈബൽ പീപ്പിളിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രകാരം കിട്ടിയ ഒരു റൈറ്റ് ഹനിക്കപ്പെടുമ്പോൾ അവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഗവൺമെൻറ് അവിടെ പ്രതികരിക്കണം, ഗവൺമെൻറ് അവിടെ റോളുണ്ട് എന്നുള്ള കാര്യം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ഒരു വ്യക്തിയാണ് CK ജാനു. ദേ പോയിന്റ് ഔട്ട് ഇൻസിഡൻസ് വേർ ഗവൺമെൻറ് ഹാവ് അലൗഡ് നോൺ ട്രൈബൽ എൻറ്റൈറ്റീസ് സച്ച് ആസ് ടിമ്പർ മർച്ചൻസ് ആൻഡ് പേപ്പർ മിൽസ് ടു എക്സ്പ്ലോയ്റ്റ് ട്രൈബൽ ലാൻഡ്സ്. അപ്പോൾ ഗവൺമെൻറ് പലപ്പോഴും എന്താണ് ഈ പറഞ്ഞ തടിക്കച്ചവടക്കാരും അതോടൊപ്പം പേപ്പർ മില്ലുകാർക്കും ഒക്കെ വന്നിട്ടും
ട്രൈബൽ ലാൻഡ് അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടും ഗവൺമെൻറ് അവസരം ഒരുക്കി കൊടുത്തു. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, തടയണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നൊരു ആക്ടിവിസ്റ്റാണ് CK ജാനു. Additionally, government actions such as declaring forests as reserved areas or sanctuaries often result in the forced eviction of Adivasi communities from their traditional habitats. അതോടൊപ്പം ഗവൺമെൻറ് ചില ആക്ടുകൾ, അതായത് ചില ആക്ഷനുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫോറസ്റ്റിന്, വനത്തിനെ എന്താണ് റിസർവ്ഡ് ഏരിയ ആക്കി മാറ്റി അല്ലെങ്കിൽ സാങ്ച്വറീസ് ഒക്കെ ആയിട്ട് മാറ്റുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഈ പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഓൾറെഡി അവർ മാർജിനലൈസ്ഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ കിടപ്പാടം കൂടെ നഷ്ടപ്പെട്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും, അത്രമേൽ പ്രശ്നമായി തീരും. അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ഒരുപാടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് CK ജാനു എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ മൈനോറിറ്റീസ് ഉണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണെങ്കിൽ അവർ ഭൂരിപക്ഷമാണ്. ഇനി അവരുടെ എണ്ണം കുറവാണെങ്കിലോ അതെന്ത് പറയും, ന്യൂനപക്ഷം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതപരമായിട്ട് നോക്കിയാൽ റിലീജിയസ് ആയിട്ടുള്ള ന്യൂനപക്ഷം മൈനോറിറ്റി നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ എന്താണ് ലിംഗ്വിസ്റ്റിക്. ഇപ്പോൾ ചില ഭാഷകൾ സംസാരിക്കുന്ന വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. അപ്പോൾ അവരെന്താണ്, അവർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിന് പാർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് ഇത്തരത്തിലുള്ള മൈനോറിറ്റീസിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. അപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാഷ്ട്രമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഇടയിൽ ഇക്വാളിറ്റിയും ജസ്റ്റിസും ഉറപ്പ് വരുത്തേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ്, അവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു, അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് മൈനോറിറ്റീസിന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്, കോടതിയിൽ പോകാനായിട്ടും നിയമപ്രകാരം അതിനെ നേരിടാനുമുള്ള അവകാശമുണ്ട്. Muslim comprising 14.23% of India's population according to census 2011 are considered as a marginalized community due to historical socio-economic deprivation. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി 2011 സെൻസസ് ആണ്, പഴയ കണക്കാണ്. അപ്പോൾ അവിടെ എന്താണ് സോഷ്യോ എക്കണോമിക് ആയിട്ട് നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസ് ഒരു ഡെപ്രിവേഷൻ അവർ അനുഭവിച്ചിരുന്നു. അവർ മാർജിനലൈസ്ഡ് അല്ല, അവർ മൈനോറിറ്റീസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി വന്നിട്ടുണ്ട്, ഹൈ ലെവൽ കമ്മിറ്റി വന്നിട്ടുണ്ട്. ആരുടെ ചെയർമാൻഷിപ്പിലാണ്, ജസ്റ്റിസ് രാജേന്ദ്ര സച്ചാറിൻ്റെ ആ ഒരു ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു. 2005 സോഷ്യൽ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് വന്ന കമ്മിറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഓർത്ത് വെക്കുക. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംസ് ഇൻ ഇന്ത്യ ലാഗ് ബിഹൈൻഡ് ഇൻ വേരിയസ് ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഫേസ് സിമിലർ ചലഞ്ചസ് ടു അതർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് സച്ച് ആസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പോൾ ഈ പറയുന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അവസാനം ഒരു റിപ്പോർട്ട് വെച്ചത് എന്താണ്, ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എന്താണ്, അവർ ഡെവലപ്മെൻറ്റിൽ പിന്നിലായി പോകുന്നുണ്ട്. അതോടൊപ്പം മാർജിനലൈസ്ഡ് ഗ്രൂപ്പായിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും ഒക്കെ നേരിടുന്ന പോലെയുള്ള അതിന് സിമിലർ ആയിട്ടുള്ള ചലഞ്ചസ് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയും നേരിടുന്നു എന്നാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇനി നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പ്രൊമോട്ട് ആൻഡ് എൻഹാൻസ് ആക്സസ് ടു ജസ്റ്റിസ്. അപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ എന്താണ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ട് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് പ്രോജക്റ്റ് എന്തിനു വേണ്ടിയാണ്, ഈ എല്ലാവർക്കും എന്താണ് ഒരുപോലെ തുല്യമായിട്ടുള്ള ഈ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടിയിട്ടും സർവീസ് പ്രൊവൈഡേഴ്സിന് ലഭിക്കാൻ വേണ്ടി എനേബിൾ ദം ടു എഫക്റ്റീവ്ലി സർവ് ദ പുവർ ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. പിന്നെ പുവറായിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്, അവർക്ക് കുറച്ച് കൂടുതലായിട്ടും അവരെ എന്താണ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. ദിസ് പ്രോജക്റ്റ് ഓൾസോ ഫോക്കസ് ഓൺ എംപവറിംഗ് മാർജിനലൈസ്ഡ് മെൻ ആൻഡ് വിമൻ ടു സീക്ക് ആൻഡ് ഡിമാൻഡ് ജസ്റ്റിസ് സർവീസസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരം പ്രവൃത്തികളിലൂടെ ഇത്തരം പ്രോജക്ട്സിലൂടെ മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള പരിപാടികൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലീഗൽ അവയർനെസ് ആൻഡ് എയ്ഡ് 2009 സ്റ്റാർട്ട് ചെയ്ത്. പലപ്പോഴും കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചൊന്നും പലർക്കും അവബോധമില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ലീഗൽ അവയർനെസ് ആണെങ്കിലും പിന്നെ നിയമസഹായങ്ങളാണെങ്കിലും അതോടൊപ്പം പല കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോജക്ട്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വരുമ്പോഴത്തേക്കും റൈറ്റ്സ് ഈ ഒരു എഫേർട്ടിലൂടെ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾക്ക് നേരിടാനായിട്ട് സാധിക്കും. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ, വിമൻസ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങൾ, പ്രോപ്പർട്ടി റൈറ്റ്സ്, വസ്തുവിൻ്റെ മേലുള്ള അധികാരങ്ങൾ, ലാൻഡ് റൈറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഭൂമിയുടെ മേലുള്ള ഒരു അവകാശത്തിൻ്റെ കാര്യം, പിന്നെ ഫോറസ്റ്റ് റൈറ്റ്സ്, പിന്നെ അതോടൊപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ. അതൊരു ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണല്ലേ. നമുക്ക് കൃത്യമായി
കൃത്യമായിട്ടൊരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശത്തിന് ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ റൈറ്റ്സ് ഉണ്ട് ക്രിമിനൽ ലോസ്. പിന്നെ ക്രിമിനൽ ലോസിൻ്റെ കീഴിൽ വരുന്ന റൈറ്റ്സും ഒക്കെ നമുക്ക് എന്താണ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പല വിധത്തിലുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പലർക്കും എന്താണ് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് അവബോധമില്ലെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി റേഡിയോ വഴി അല്ലെങ്കിൽ SMS സർവീസ് വഴിയൊക്കെ എന്താണ് ലീഗൽ അവയർനെസ് കൊടുക്കുന്ന പരിപാടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജഡ്ജസിനാണെങ്കിലും പിന്നെ അഡൽട്ട് ലീഗൽ ലിറ്ററസി മൊഡ്യൂൾസ് കൊണ്ടുവന്നുകൊണ്ടൊക്കെ എന്താണ് ഈ ഒരു നിയമം എല്ലാവർക്കും എന്താണ് തുല്യമാണ്, ലഭിക്കേണ്ട അവകാശങ്ങൾ തുല്യമാണ് എന്നുള്ള കാര്യം എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ലെവലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാ വർഷവും അത്തരത്തിലെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, കുട്ടികൾക്ക് കൈപ്പുസ്തകങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ടും. അപ്പം ഇത് കൂടാതെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 1-2 കാര്യങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും. അതിലൊന്നാണ് മിനിമം വേജ് ആക്ട്. എനാക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് മിനിമം വേജസ് ബൈ എൻഷുറിംഗ് ദ വർക്കേഴ്സ് റിസീവ് ഫെയർ കോമ്പൻസേഷൻ ഓഫ് ദിയർ ലേബർ. ചെയ്യുന്ന തൊഴിലിന് മാന്യമായിട്ടുള്ള കൂലി, ഒരു മിനിമം കൂലി, മിനിമം വേതനം എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു. കാരണം ജോലിക്ക് തുല്യ വേതനം ലഭിക്കാത്ത അവസ്ഥയുള്ളൊരു നാടാണ് നമുക്ക് അറിയാം. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് എല്ലാവർക്കും ഒരുപോലെ മിനിമം വേജ് ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു സംഗതിയാണ് ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ഹിന്ദു മതത്തിനകത്ത് ഉള്ള ഈ സ്വത്ത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈക്വൽ ഇൻഹെറിറ്റൻസ് റൈറ്റ് ഫോർ സൺസ്, ഡോട്ടേഴ്സ് ആൻഡ് മദേഴ്സ് ഇൻ പ്രോപ്പർട്ടി ഓഫ് ഡിസീസഡ് ഫാദർ. അതായത് പിതാവ് മരണപ്പെട്ടാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇനി ആ ഒരു വ്യക്തിയുടെ മദർ ആണെങ്കിലും ഒക്കെ എന്താണ് തുല്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാനായി ഈ റൈറ്റ്സ്, അതായത് ഈ ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ്, ഈ ഒരു വസ്തുവിന്മേലുള്ള ഒരു അവകാശം വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ജെൻഡർ ഡിസ്പാരിറ്റി ഹിന്ദു ഫാമിലീസിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് ആ സ്വത്ത് കൊടുക്കില്ല, ആൺകുട്ടിക്ക് ആ സ്വത്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് എന്ത് വന്നതും ഈ ഒരു ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് വരുന്നത്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് പോയിന്റ്സ് ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്